എല്ലാവർക്കും നമസ്കാരം. ഈ നവരാത്രി ഹോളിഡേയ്സിന് ഞങ്ങൾ ബാംഗ്ലൂരുള്ള നമ്മുടെ മോഹൻജി ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുമുപരിയായി ദേവിയമ്മയെ കാണുവാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ദേവിയമ്മ സുപരിചിതയാണെന്ന് എനിക്കറിയാം, മോഹൻജി ഫാമിലി മെമ്പേഴ്സിന്. അപ്പോൾ നമ്മുടെ മോഹൻജി ഫാമിലി മെമ്പേഴ്സിലെ ചിലരെ കാണുവാനും അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തത് കേൾക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ആ എക്സ്പീരിയൻസുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ്, കേൾക്കുക. നമ്മളിവിടെ ഇരിക്കുന്നത് മിസ്റ്ററി റൂംസിൻ്റെ ഉള്ളിലാണ്, ബാംഗ്ലൂര്. ഞങ്ങൾ അനുവിനെ ഒന്ന് സന്ദർശിക്കാൻ വന്നതാണ്. അപ്പോൾ കുട്ടികളെ മിസ്റ്ററി റൂംസിലേക്ക് കയറി പോയി. ഞാനുണ്ട്, ആര്യയുണ്ട്, അനുണ്ട്. അപ്പോൾ കുട്ടികളെ മിസ്റ്ററി റൂംസിലേക്ക് വിട്ടിട്ട് ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ തോന്നി എന്നാൽ പിന്നെ അനുവിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഞങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യലും മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷേ അത് പലപ്പോഴും വീഡിയോ ഒക്കെ മറന്നു പോകാറുണ്ട്. ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അനുവിൻ്റെ എക്സ്പീരിയൻസ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് അനു നമ്മുടെ മെഡിറ്റേഷൻ ഗ്രൂപ്പിലേക്ക് വന്നതും മൈത്രിയും അതിന് ശേഷമുള്ള അനുവിൻ്റെ ജീവിതത്തിലെ മാറ്റവും, അനുവിൻ്റെ മാറ്റം എനിക്കിപ്പോൾ കാണാം. കാരണം ആദ്യം കണ്ട അനുവേ അല്ല, ഇപ്പോൾ അനു വളരെ ഹാപ്പി ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അനുവിനെ ആദ്യം ഫോണിൽ കൂടിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. പിന്നെ കുറേ സംസാരിച്ചു, ഞാനും അനു തമ്മിൽ കുറേ സംസാരിച്ചു. അനു ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൈത്രി എടുക്കാനായിട്ട് നേരിട്ട് വന്നു അനിയും മക്കളും തമ്മിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ചേഞ്ചസ് വന്നു തുടങ്ങിയത്. അപ്പോൾ അനു തന്നെ പറയുക. ഞാൻ ആദ്യമായിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് ദീപചേച്ചിനെ വിളിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടുള്ളൊരു മൈത്രിയാണ് എനിക്ക് അന്നേരം ലഭിച്ചത്. അപ്പോൾ അന്ന് ശരിക്കും ബാബ മെഡിറ്റേഷനിലായിരുന്നു ഞാൻ എല്ലാ ദിവസവും കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ഒരു തീവ്രത ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റെഗുലറായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് കൺസിസ്റ്റൻ്റായിട്ടൊന്നും ചെയ്യുന്ന ഒരു രീതിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ആ ഒരു അനുഭവം കൊണ്ട് ചേച്ചി പറഞ്ഞു തന്ന അതേ പാത്തിൽ കൂടെ തന്നെ ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ക്രിയയുടെ സെലക്ഷൻ കിട്ടി. ക്രിയയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ക്രിയയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒന്നുകൂടെ ഞാൻ വളരെ റെഗുലറായിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒരുവിധം ഞാൻ ഏർലി മോർണിംഗുള്ള സെഷൻ 4 to 4:30 സെഷനിൽ അറ്റൻഡ് ചെയ്ത് വളരെ റിലാക്സ്ഡായി. അതൊക്കെ ഒരു മെഡിറ്റേഷൻ റെഗുലറായപ്പോഴേക്കും വളരെ ലൈഫ് കുറച്ചും കൂടെ ഒരു ചിട്ടയായി. എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി. എൻ്റെ ഡിപ്രഷൻ സ്റ്റേജൊക്കെ മാറ്റം വന്നു തുടങ്ങി. എൻ്റെ ചുറ്റും കുറച്ചധികം എൻ്റെ ഫ്രീക്വൻസിയിലുള്ള കുറച്ചധികം ആളുകളെ എനിക്ക് കിട്ടി. അതായത് നമുക്കൊരു ഇൻസെക്യൂർഡ് ഫീലിങ്ങിൽ നിന്ന് ഒരു സെക്യൂർഡ് ഫീലിങ്ങിലോട്ട് വന്നു തുടങ്ങി. അതിനുശേഷം ക്രിയ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിലൊരു വീണ്ടും ആ ഒരു റെഗുലർ സ്റ്റേജിൽ നിന്ന് വീണ്ടും ഞാൻ താഴെ പോയി കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴേക്കും മോഹൻജിയെ കാണാനായിട്ട് ദിവ്യയുടെ ചാൻസിലൂടെ എനിക്ക് മോഹൻജിയും ദേവിയമ്മയെ ഒരുമിച്ച് കാണാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പം ഞാൻ മോഹൻജിയോട് തന്നെ രണ്ടുപേരും. അപ്പൊ അതിൽ പറയാനുള്ളത് ദിവ്യയ്ക്കും അതൊരു വലിയ അവസരമായിരുന്നു. ദിവ്യയുടെ കഥ പുറകെ വരുന്നുണ്ട്. അത് വേറൊരു മിറാക്കിളാണ്. അത് ദിവ്യ ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ്. അനുവിന്റെ അതേ ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് താമസിക്കുന്നത്. അതും വേറൊരു മിറാക്കിളാണ്. അത് പിന്നെ ദിവ്യയെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. അനു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദേവിയമ്മയും മോഹൻജിയെ ഒരുമിച്ച് കണ്ടു. അപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഇപ്പം വന്നിട്ടുള്ള ചേഞ്ച്, അതായത് ഈ ക്രിയയിൽ നിന്ന് ഞാൻ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമെല്ലാം മോഹൻജിയുടെ അടുത്ത് തന്നെ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ മോഹൻജി പറഞ്ഞു, സാരമില്ല, ഇത് നോർമലി എല്ലാവർക്കും തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷവും ഞാൻ വീണ്ടും ട്രൈ ചെയ്തെങ്കിലും റെഗുലർ ആവുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ദീപചേച്ചിയുടെ അടുത്ത് പോയിട്ട് നേരിട്ട് മൈത്രി ചെയ്യാനായിട്ടൊരു അവസരം നാട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു. അതൊരു ഭയങ്കര പവർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയയിൽ നിന്ന് ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോയതിന് ശേഷം വീണ്ടും ഡിപ്രഷൻ അല്ലെങ്കിലും എനിക്കൊരു ആൻസർ കിട്ടാത്ത ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേജൊക്കെ വളരെ മോശമായിരുന്നു. ചുറ്റും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാരും തന്നെ എൻ്റെ ചുറ്റും ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം എനിക്ക്
കുറേ മാറ്റങ്ങൾ. അതുപോലെ എനിക്ക് ക്രിയ ഒന്നുകൂടെ റെഗുലർ ആക്കാനായിട്ട് പറ്റി. പിന്നെ എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു. എൻ്റെ ചുറ്റും കുറേ നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒന്ന് പറയട്ടെ, അതിൽ പോണോ വേണ്ടയോ എന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു. പോകണോ വേണ്ടയോ എന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മക്കളെ നോക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനും ഹസ്ബൻഡ് അപ്പോൾ ഹൈദരാബാദിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ച് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു അവസരം വന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി എനിക്ക് അനുകൂലമായിട്ട് വന്നു. അനുകൂലമാക്കി തരികയാണ് നമുക്ക് തോന്നുന്നു. നമുക്കത് എന്താ പറയുക, എല്ലാവർക്കും, കാരണം നമ്മളിപ്പോൾ സംസാരിക്കുന്ന എല്ലാവരും ഇത് തന്നെ പറയുന്നത്. നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിച്ചാൽ എല്ലാം അനുകൂലമായിട്ട് വരും. പക്ഷെ പലപ്പോഴും ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ആ തമസ് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഗുരു തന്നെ വളരെ നാച്ചുറലായിട്ട്, മോഹൻജി പറയുന്നത് വളരെ ഓർഗാനിക്കായിട്ട് നടക്കുന്നത് നമുക്ക് തോന്നും. അല്ലാണ്ട് ഭയങ്കര മിറാക്കിളായിട്ട് അങ്ങനെയല്ല, ഓർഗാനിക്കായിട്ട് എല്ലാം അനുകൂലമായിട്ട് വന്ന് നമ്മൾ ഏതാണോ ഈ പാത അതിലൂടെ മുമ്പോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് കിട്ടും. അതാണ് മോഹൻജിയുടെ ഒരു രീതി. അതിന് ഒരുപാട് ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുമുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണല്ലോ ഇപ്പോൾ ക്രിയ വളരെ റെഗുലറായിട്ട് ചെയ്തിട്ട് പോയിട്ടും ഒരു 2 months ഒക്കെ കഴിഞ്ഞു, 21 days ഒക്കെ എന്താണെങ്കിലും കഴിഞ്ഞു. അതിനുശേഷം വളരെയധികം എനിക്ക് മടി തോന്നിക്കാൻ, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അതിന് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഈ മൈത്രിയിലൂടെയാണ് വീണ്ടും ഈ ഗുരുക്കന്മാരുമായിട്ട് കണക്റ്റായി വീണ്ടും ഞാൻ റെഗുലറായിട്ട് വന്നതും ലൈഫിൽ ചേഞ്ചസ് വന്നതും. ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താ പറയാ, അനുവിന് ഒരുപാട് ആത്മവിശ്വാസമുണ്ട് പണ്ട് കണ്ടത്. കാരണം ആ മുഖത്തെ തിളക്കും അതൊക്കെ ക്രിയയുടെയും മൈത്രിയുടെയും മോഹൻജിയുടെയും ഗ്രേസ് ആണ്. ഇതെല്ലാം തന്നെ നമുക്ക് തന്ന മോഹൻജിയാണല്ലോ. അപ്പം അത് തന്നെയാണ് മോഹൻജി എൻ്റെ കാര്യത്തിലും, ഇപ്പം ഷൂട്ട് ചെയ്യുന്ന ആര്യയുടെ കാര്യത്തിലും നമ്മൾ കണ്ട ദിവ്യയുടെ കാര്യത്തിലും എല്ലാവരുടെയും കാര്യത്തിലും ഒരു ആത്മവിശ്വാസ കുറവിൽ നിന്ന് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാതെ നിന്നെടുക്കുന്നത്. അതാണല്ലോ മോഹൻജി പറയുന്ന ഒറ്റ സാധനം. അതാണല്ലോ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്തു നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞു വരിക. അത് ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് നമ്മളെ ഗുരുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതെ അത് ഇപ്പം ആളുകളാണെങ്കിലും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്റ്റ് ആവുന്ന ആളുകളും അതേപോലെയുള്ള ആളുകൾ ഒന്നെങ്കിൽ നമുക്ക് ആ സങ്കടം, നമ്മുടെ സങ്കടങ്ങൾ അവരോട് പറയാൻ തോന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയറിങ് ആണെങ്കിലും നമ്മുടെ ഊർജ്ജം അവിടെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾക്ക് നമ്മുടെ ഊർജ്ജം ഡ്രെയിൻ ആവുമ്പം ആ എന്താ പറയുക, അതിന് മേക്കപ്പ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്കണം നമ്മുടെ ചുറ്റുമുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതെ നമ്മൾ ഒന്നുകൂടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ അറിയുന്നില്ല, ഇങ്ങനെയൊരു സംഭവമാണ് നമുക്ക് നടക്കുന്നതെന്നുള്ളത് പോലും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ പടുകുഴിയിലോട്ട് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗുരുവിനോട് ഇത് എന്താ പറയുക, ബിയോണ്ട് വേർഡ്സ് എന്ന് പറയില്ല, വാക്കുകൾക്ക് അതീതമാണ്. ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് തീരെ. പിന്നെ വലിയൊരു ഫാമിലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മൾ ജഡ്ജ് ചെയ്യാതെ നല്ല കുറെ. അതെ, കറക്റ്റ്. ജഡ്ജ്മെന്റ് ഇല്ലാത്തൊരു ഗ്രൂപ്പ്. നമ്മളെ ജഡ്ജ് ചെയ്യാതെ ഇപ്പൊ നമുക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മള് ബിഹേവിയറിലോ വാക്കുകളിലോ ഒക്കെ ഒരുപാട് പോരായ്മ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പേടിയില്ല. നമുക്ക് എന്തെങ്കിലും കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് എന്തെങ്കിലും കുറഞ്ഞു, അങ്ങനെ ഒരു ഭയമില്ലാതെ ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്ന, ഫാമിലിയേക്കാൾ കൂടുതൽ നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു, ഇപ്പൊ നമ്മൾ തന്നെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് തീരില്ല, നമ്മുടെ വിഷയങ്ങളെ പോലും നമുക്ക് തീരില്ല. അതുപോലത്തെ ഒരു പോസിറ്റീവ് ഫ്രീക്വൻസിയുള്ള ഒരു കൂട്ടം ആൾക്കാർ, സത്സംഗം തന്നെ. അതെ അല്ലേ, അതല്ല അതിന് പറ്റിയൊരു വാക്ക് സത്സംഗം, നമ്മുടെ ഒരു സത്സംഗ കൂട്ടായ്മയാണ്. അപ്പോൾ പക്ഷെ അതിങ്ങനെ ഓരോരുത്തരും എത്രയോ പേരാ ഇപ്പോൾ ഇങ്ങനെ തന്നെ പറയണത്. അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഗുരു എപ്പോഴും നമ്മൾ ചെയ്യുന്നതിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല. ഗുരു ഇടയ്ക്ക് വഴക്ക് പറയും, നമ്മൾ നേർവഴിക്ക് നയിക്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈഗോ അവിടെ സറണ്ടർ ചെയ്യുക. അതൊരു വലിയൊരു കാര്യമാണ്. ഗുരു തെറ്റ് കാണിച്ചു തരുമ്പോൾ അതിനെ ആ ഒരു ഈഗോ സറണ്ടറിങ്ങിലൂടെ നമ്മൾ ആ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്ത് തിരുത്തി നമ്മൾ കുറച്ചും കൂടെ നല്ല നമ്മളായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് റിഫൈൻ ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കൊച്ചു മിറാക്കിൾസ്. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എല്ലാം ഓർക്കുന്നത് പോലുമില്ല. ഇപ്പം നമുക്കൊരു സ്വീറ്റ് കഴിക്കാനായിരിക്കും ഓർക്കുന്നത്. അതെങ്ങനെയെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു പായസം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഔട്ടിങ് ആയിരിക്കും. അല്ല, പിന്നെ അത് പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം മോൾക്ക് സുഖമില്ലാണ്ടായപ്പോൾ അത് അവിടെ. അതെ. അത് ഞാനന്ന് ചെന്നൈയിൽ പോയപ്പം മോൾക്കന്ന്
ഞാൻ ശരിക്കും പരാശക്തി മെഡിറ്റേഷൻ ക്രിയയും കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അന്ന് ഓഫീസിൽ പോകാനായിട്ട് കുറച്ച് സമയം ഗ്യാപ്പുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഞാനൊരു മയക്കത്തിലേക്ക് പോയി. അപ്പം മോളിങ്ങനെ സുഖമില്ലാതെ വയറ്റിൽ സുഖമില്ലാതെ ആയിട്ടിരിക്കുന്നത് ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടു. അപ്പം ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇവർക്ക് ഇവിടെ സുഖമില്ലാതായിട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഓടി നടക്കുകയാണ് അവർ. അപ്പോൾ അങ്ങനെ കുറച്ച് അതുപോലെ ഒരു കുട്ടീനെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അത് ഏത് കുട്ടിയുടെ മുഖമൊന്നും എനിക്കങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പം ഞങ്ങളുടെ ഇതിനകത്തുള്ള ഗ്രൂപ്പിനകത്തുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പം അങ്ങനെ ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമ്മളത് ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്ട് ചെയ്യാം. ഡിസ്റ്റൻസ് മാറ്റർ അല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് തന്നെ നമുക്കൊരു കോൺഫിഡൻസ്. അതെ, ഉറപ്പായിട്ടും കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ടാണല്ലോ നമുക്ക് ചേഞ്ചസ് വരുന്നത്. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഒരു സമയത്തൊക്കെ എനിക്ക് സംസാരിക്കാൻ പോലും എനിക്ക് ശബ്ദം അനുവിന്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. എന്നെ വിളിച്ചപ്പോ ചേച്ചി എന്ന് വിളിച്ചിട്ട് കരയുമായിരുന്നു. എനിക്കത് ഓർക്കണ്ട. ആ അനുവിന്റെ നീ ഒരു അനുവദിക്കുന്ന മോഹൻജോട് എന്തോ ഒരു സ്നേഹം തന്നു. പിന്നെ എനിക്ക് ഇത്രയും ചെറിയൊരു ടൈം ഡ്യൂറേഷനിൽ പറഞ്ഞ തീരില്ല. ഞാനും എല്ലാം ഓർക്കുന്നതുമില്ല, പറഞ്ഞ തീരുവുമില്ല. അതൊരു പ്രോസസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. വളരെ നാച്ചുറൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളെ എംപവർ ചെയ്ത് നമ്മളെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് മറ്റുള്ളവരെ എംപവർ ചെയ്യാൻ നമ്മളെ സന്നദ്ധരാക്കുകയാണ്. നമ്മൾക്ക് കിട്ടിയത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാൻ നമ്മൾ പ്രാപ്തരാക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, കൊച്ചു അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചില്ലേ, ഈ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കിടക്കുമ്പോൾ എനിക്കൊരു ഇൻഡ്യൂഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ ഞങ്ങൾ കിടക്കുന്നത് ഉറക്കത്തിലുള്ള സ്വപ്നം അതൊന്നുമല്ല, ഇങ്ങനെ എന്തോ ഒരു കള്ളൻ കയറുന്നതായിട്ടോ ഞങ്ങളുടെ വാതിലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ടൊക്കെ ഒരു ഇൻഡ്യൂഷൻ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാനെന്താ മനസ്സിലാക്കുന്നത് വാതിൽ ലോക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നതെന്നുള്ളത്. അങ്ങനെ ഇങ്ങനെയുള്ള കൊച്ചു അനുഭവങ്ങളായിരിക്കാം. പക്ഷെ അത് എല്ലാം പറയാനായിട്ട് സമയം കൂടെ വന്നു. നമ്മുടെ വീഡിയോയിൽ ഇത് അനുവിന്റെ മോനാണ്, ഇളയ ആളാണ്. ഹലോ. ആൾക്ക് മിസ്റ്ററി റൂമിൽ പോയിട്ട് പേടിയായിട്ട് ചേച്ചിമാരി ഉപേക്ഷിച്ചിട്ട് ഇങ്ങ് പോന്നേക്കാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടാണ്. അപ്പൊ ഇത്രയും നേരം അനുഭവങ്ങൾ അനു ഷെയർ ചെയ്തു. അനുവിന് ഒരുപാട് നന്ദി. ഇനി ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങൾ നവരാത്രിയായിട്ട് അനുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നവരാത്രി ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ കണ്ടുകൊണ്ട്